വനിതാ രക്തങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് റെഡ് കാർപ്പറ്റിൽ ഭഗതും വൈഗയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടുതൽ ഗെയിംസും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സോ ലെറ്റ്സ് വെൽക്കം ഭഗത് മാനുവൽ ആൻഡ് വൈഗ. സോ വൈഗ ആൻഡ് ഭഗത് റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി രണ്ടുപേർക്കും സ്വാഗതം. വിനീതേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? വിനീതേട്ടനായിട്ട് സൗഹൃദത്തെക്കാൾ ഉപരി ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് അതുപോലെയാണ് നമ്മൾ നിൽക്കാറുള്ളൂ. ഡയറക്ഷനിലേക്ക് പോയപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് അഭിപ്രായങ്ങൾ അല്ല, സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ചെയ്തിട്ടില്ല ഇതുവരെ. അത് ലാസ്റ്റ് ഏറ്റവും എൻഡിൽ ചെയ്യാൻ ഓർത്തുകൊണ്ട് വെയിറ്റ് ചെയ്യണം നമ്മൾ. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പരിപാടികളെല്ലാം തീർത്തിട്ട് ആശാന്റെ അടുത്തേക്ക് എന്നാൽ മതിട്ടോ പറഞ്ഞിട്ടുണ്ട്. അജു ഞങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ആ ഓഡീഷന് പോയില്ലായിരുന്നെങ്കിൽ, കാരണം എന്തോ UK പോവാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അന്നത് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് UK ഏതെങ്കിലും വലിയൊരു ബിസിനസ് സ്ഥാപകൻ അങ്ങനെയൊക്കെ ആയി ഭയങ്കര കോടികൾ സമ്പാദിക്കുന്ന ഒരു ബിസിനസ്സുകാരനാവുമായിരുന്നു തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? അവിടെ ശ്രീലങ്കക്കാരന്റെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നത്. ശ്രീലങ്കക്കാരുടെ ഹോട്ടൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ശ്രീലങ്കക്കാരന്റെ ഹോട്ടൽ. ഓ അത് ശരി, അതിലേക്കാണ് പോയത്. അവിടെ നേരെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, സിനിമകളിലേക്ക് വന്നു. ആൻഡ് ഇത് ഒരു പാഷൻ ആയിരുന്നു കുഞ്ഞിലെ മുതൽ. വീട്ടിലാരെങ്കിലും കലാപരമായിട്ട്? പപ്പ കവിത, എഴുത്ത്, ഒരുപാട് കാര്യങ്ങൾ, നല്ല റീഡിംഗ് ഉള്ള മനുഷ്യനാണ് പപ്പ. പിന്നെ അമ്മ നേരെ ഓപ്പോസിറ്റാ, ഇതിന്റെ അകത്ത് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. വൈഫ് വീട്ടിലുണ്ട്, സമാധാനം, സ്വസ്ഥം, അങ്ങനെയായിട്ടിരിക്കുന്നു. വൈഗയുടെ അതായത് എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ? ചെന്നൈയിൽ എന്തൊക്കെ പരിപാടികളാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ തൽക്കാലത്തേക്ക് മലയാള സിനിമയല്ലോ, ശരിക്കും പറഞ്ഞാൽ കുറെ നാൾ കഴിഞ്ഞിട്ട് സിനിമ വരുന്നത് മലയാളത്തിൽ തന്നെ നോക്കണം എന്നാണ്. കല്യാണം കഴിച്ച ആരോട് ചോദിച്ചാലും വേണ്ടെന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വേണ്ടാന്നങ്ങ് വെച്ചു. വേണമെന്ന് വെച്ചിട്ടില്ല, വീട്ടിൽ ആലോചിക്കുന്നുണ്ട്, നിർബന്ധിക്കുന്നു. കുറെ കൂടി നിർബന്ധിച്ചാലേ സമ്മതിക്കുള്ളൂ. ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കിട്ടണ്ടേ? അതെ, അത് വേണം. ശരി, നമുക്ക് എന്തായാലും കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എനിക്കുണ്ട്. പക്ഷെ ഇത് റാപ്പിഡ് ഫയർ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് അതിൽ നിങ്ങൾ സത്യം മാത്രമേ പറയാവുള്ളൂ. ആദ്യം വൈഗയോട് തന്നെ ചോദിക്കാം. വൈഗ നന്നായി സത്യം പറയുന്ന കുട്ടിയാണെന്നാണ് ചെന്നൈയിലുള്ളവരും ഇവിടെ നാട്ടിലുള്ളവരും കോട്ടയത്തുള്ളവരൊക്കെ പറയുന്നത്. നീ എന്തോ കൊടുത്ത് ഇതെനിക്കുള്ള പണിയല്ല, അത് അവള് നല്ലത് പറയുന്നതല്ല. റെഡി. വാഹനം ഓടിക്കുമ്പോൾ ഗ്ലാമർ ഉള്ള ഒരാൾ ഓവർടേക്ക് ചെയ്താൽ എന്താ തോന്നുക? ഞാൻ ചിരിക്കും, അത്രേ ഉള്ളൂ. വായ നോട്ടം? നോ, ജസ്റ്റ് സ്മൈൽ മാത്രമേ ഉള്ളൂ. ഒരു ഗ്ലാമർ ഫോളോ ചെയ്യില്ല. സത്യം ഇതുവരെ ചെയ്തിട്ടില്ല. വായി നോക്കിയിട്ടുണ്ട്, നോക്കും അത്രേ ഉള്ളൂ. ഡെയിലി കുളിക്കാറുണ്ടോ? ഉണ്ട്. ഡെയിലി കുളിക്കാറുണ്ട്. 2 നേരമാണോ? 2 നേരം. ഞാൻ ഉദ്ദേശിക്കുന്നത് തല നനച്ച് കുളിക്കാറുണ്ടോ? തല നനയ്ക്കുന്നത് 2 ദിവസം കൂടുമ്പോൾ പ്രാവശ്യം. അതാ ചോദിച്ചത്. സൗന്ദര്യത്തിൽ മേക്കപ്പിന്റെ പങ്ക് എത്ര ശതമാനമാണ് വൈഗയ്ക്ക് തോന്നിയിട്ടുള്ളത്? വൈഗയുടെ കാര്യത്തില് ഞാൻ മേക്കപ്പ് വേണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷെ പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യും? പുറത്തല്ല, പ്രോഗ്രാമിൽ വരുമ്പോൾ മാത്രം മേക്കപ്പ് ചെയ്യുള്ളൂ, അല്ലാതെ പുറത്തു പോകുമ്പോൾ മേക്കപ്പ് ചെയ്യാറില്ല. അപ്പൊ വൈഗയുടെ സൗന്ദര്യത്തിന് മേക്കപ്പിന്റെ അധികം ആവശ്യമില്ല? അങ്ങനെയല്ല, ഇനി മേക്കപ്പ് ഇല്ലാതെ കണ്ടാൽ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാ ചോദിച്ചത്, അത്രേ ഉള്ളൂ. ഇനി പ്രശാന്ത് നീൽ ഓർ രാജമൗലി, സത്യമായിട്ട് അവരുടെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? രാജമൗലി. ഓ, ഏകദേശം എല്ലാം സത്യം തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു, എനിക്കറിയാം. ഇനി അടുത്ത ഭഗത്തിന്റെ കാര്യമാണ്. ഇപ്പോഴും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കെട്ടുകഥ? ഇല്ല, ഒന്നുമില്ല. കുഞ്ഞുനാളിൽ കണ്ട ഏതെങ്കിലും ഒരു സ്വപ്നം ഇപ്പോഴും കാണാറുണ്ടോ? അതായത് റിപ്പീറ്റ് ആയിട്ട് ഒരേ സ്വപ്നങ്ങൾ? അതും കാണാറില്ല. കാണിച്ചതിൽ ഏറ്റവും വലിയ അബദ്ധം? കാണിച്ചതിൽ ഏറ്റവും വലിയ അബദ്ധം ഏത് പറയണം? 3 ഓപ്ഷൻ ഉണ്ടോ? കാണിച്ചതിൽ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ കുറെ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരെണ്ണം പെട്ടെന്ന് നമുക്ക് ഇതാണ് ഞാൻ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ ഒരു അബദ്ധം. ചില പടങ്ങൾ ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചില പടങ്ങൾ. ഇനി ഭഗത്ത് ആരോടെങ്കിലും വലിയ കാര്യമായിട്ട് ഒരു തമാശ പറഞ്ഞിട്ട് അത് ചീറ്റിപ്പോയി, അങ്ങനെ ഏതെങ്കിലും തമാശ പറഞ്ഞിട്ട് ചീറ്റിപ്പോയതുണ്ടോ? മലർവാടിക്ക് മുൻപും അതിനുശേഷം ഒറ്റ വാക്കിൽ പറയുക ഭഗത് എന്നാൽ എന്ത്? അപ്പോ സത്യം മാത്രം ബോധിപ്പിക്കുക എന്നുള്ള സെഗ്മെന്റിൽ നിങ്ങൾ 2 പേരും ഭഗത്തിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ എനിക്ക് അറിയില്ല അത് സത്യമാണോ നുണയാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ്. അതെ. അപ്പൊ എന്തായാലും 2 പേരും കറക്റ്റ്, 2 പേരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എന്താ പറയാ ഭഗത്തിന്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് നമ്മുടെ ചാറ്റ് സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമാ
വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമാ വിദുരയാമീ വീണപൂവിൻ ഇതളറിഞ്ഞതും വരം കണ്ടറിഞ്ഞ വിങ്ങലുകൾ പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണ്ണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ കനവു നീതുരാത്മരാഗം മിഴികളിൽ പൊലിന്നുവോ വിരലിൽ നിന്നും പഴുതി വീണു വിരസമായൊരാദിത്താളം പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഭഗത്തിന് എന്തായാലും ഒരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ വൈകിക്കും ഒരു സ്നേഹ സമ്മാനം തരികയാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ സെലിബ്രിറ്റി പെർഫോമറെ വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. സാധാരണ നമ്മളെല്ലാവരും വരയ്ക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇന്നിവിടെ വരാൻ പോകുന്ന പെർഫോമർ എന്ന് പറഞ്ഞാൽ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല. 2 കൈകൾ ഉപയോഗിച്ച്, ചുണ്ട് ഉപയോഗിച്ച്, അതുപോലെ നെയിം ആർട്ട്, കോമ്പസ് കൊണ്ട്, ഡിജിറ്റൽ പെയിന്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വരകൾ നമ്മളെ കാണിക്കാനും അതിന്റെ വിശേഷങ്ങൾ പറയാനുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ആ കുട്ടിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, റെഡി? സോ ലെറ്റ്സ് വെൽക്കം ദിൽഷ. ദിൽഷ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ പറയൂ, ഏതൊരു ഏജിലാണ് എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ തോന്നിയത്? അല്ലെങ്കിൽ ആരാണ് ആ കഴിവ് വീട്ടിൽ കണ്ടുപിടിച്ചത്? ഞാൻ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നു. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പഠിച്ചിട്ടുണ്ടോ വരയ്ക്കൽ? എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ കൊറോണ ലോക്ക്ഡൌൺ ടൈമിലാണ് കാര്യമായിട്ട് പിന്നെ ഡ്രോയിങ്ങിലേക്ക് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വളരെ ചെറിയ ഒരു സമയം ആയിട്ടുള്ളൂ. അപ്പൊ അതിന് മുൻപ് നോർമൽ ആയിട്ട് വരയ്ക്കുക മാത്രമേ ഉണ്ടായിരുന്നു? നോർമലായിട്ട് വരയ്ക്കലുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഇനി നെക്സ്റ്റ് കോഴ്സിന് വേണ്ടി നോക്കാം. അത് ശരി. അപ്പൊ ഈ 2 കൈ കൊണ്ട് വരയ്ക്കും എന്ന് പറഞ്ഞു, അതുപോലെ ചുണ്ട് കൊണ്ട് വരയ്ക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ? അത് വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്താണ്. ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നല്ല ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല കൈ ഈ ചുണ്ട് വെച്ചിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് കണ്ണിന്റെ ഒരു ഫോക്കസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? അത്യാവശ്യം നല്ല ഫോക്കസ് വേണ്ടി വരും. ബുദ്ധിമുട്ടായിരിക്കും. വേറെ ഏതൊക്കെ രീതികളുണ്ട്? ഞാൻ നെയിം ആർട്ട് ചെയ്യാറുണ്ട്. ചേട്ടന്റെ പേര് വെച്ചിട്ട് നെയിം ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോമ്പസ് വെച്ചിട്ട് വരച്ചിട്ട്, പിന്നെ 2 കൈ കൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാ കൊണ്ട് വരച്ചിട്ട്. കുറെ റെക്കോർഡ്സ് സ്വന്തമായിട്ട് പഠിക്കാണ്ട് തന്നെ അതെ, പഠിക്കാതെ തന്നെ. അതിന് ഒരുപാട് റെക്കോർഡ്സ് ദിൽഷയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അതായത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട് അല്ലെ, പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ കലാം വേൾഡ് റെക്കോർഡ്, ഇന്റർനാഷണൽ റെക്കോർഡ്. അതെല്ലാം എപ്പോഴാണ്? ഈ കൊറോണ സമയത്ത് തന്നെയാണ്? ഈ കൊറോണ ടൈമിൽ തന്നെയായിരുന്നു. നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ഈ റെക്കോർഡ്സ് എല്ലാം ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ അത് ഇതെല്ലാം ചെയ്യുന്നോണ്ടാണോ കിട്ടിയത്? അല്ല, എനിക്ക് 3.5 മണിക്കൂർ കൊണ്ട് 8 ചിത്രങ്ങൾ വരച്ചിട്ട് 3.5 മണിക്കൂർ കൊണ്ട് 8 ചിത്രങ്ങൾ 7 എണ്ണം 2 കൈകൾ കൊണ്ടും 1 വായ കൊണ്ടും വരച്ചത്. അങ്ങനെയാണ് കിട്ടിയത്. പിന്നെ എന്താണ്, അതായത് വീട്ടിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക്, അതായത് ഫാമിലിയിൽ ആരെങ്കിലും വരയ്ക്കോ, അല്ലെങ്കിൽ ഈ ഒരു കലയുമായിട്ട് റിലേറ്റഡ് ആണോ ആരെങ്കിലും? അച്ഛൻ വരയ്ക്കും. അനിയത്തി ഫൈൻ ആർട്ട് കോളേജ് സ്റ്റുഡന്റ് ആണ്, സെക്കൻഡ് ഇയർ ആണ്. ആൻഡ് ഇത് ദിൽഷയുടെ ഫസ്റ്റ് ടെലിവിഷൻ സ്റ്റേജ് ആണല്ലേ? ഒരുപാട് വേദികളിൽ പോയിട്ട് പടം വരച്ചു, സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഒരു TV ചാനലിൽ ആദ്യമായിട്ടാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ഇന്ന് നേരിട്ട് കാണാൻ സാധിക്കുകയാണ്. നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സോ ആരൊക്കെയാ വന്നിരിക്കണേ ഒന്ന് വേഗം പറഞ്ഞോളൂ. ദിൽഷയുടെ അച്ഛനാണ്. അച്ഛൻ പേര് പറയൂ. എൻ്റെ ഒരു ദേവദാസൻ. ദേവദാസ്. അച്ഛൻ വരയ്ക്കും എന്നാണ് ദിൽഷ പറഞ്ഞത്.
അപ്പൊ അച്ഛൻ ചെറുപ്പം മുതലേ എവിടെയെങ്കിലും പോയി പഠിച്ചതാണോ അതെയോ സ്വന്തമായിട്ട് ഇതുപോലെ? ഇല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുമാരൊക്കെ വരച്ചിരുന്നു. ആ പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ അങ്ങനെ വരയ്ക്കാറില്ല. ഇപ്പൊ പക്ഷെ വരയ്ക്കലൊന്നും ഇല്ല. ഇല്ല 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 ഇല്ല. ഒന്നുമില്ല. ഇപ്പൊ മകളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ യാത്രകളാണ്. അവളെ ഈ വെക്കേഷൻ ഈ കോവിഡ് എന്ന സമയത്ത് പറഞ്ഞിരുന്നു, അങ്ങനെ കുറച്ച് ഞാൻ A4 കൊണ്ടുകൊടുത്ത് ആ അതിലിങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വരച്ച് ഇങ്ങനെ റെഡിയായതാ. പിന്നെ ശരി, അത് അങ്ങനെയാണ് അമ്മനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ നടന്മാരെ വരയ്ക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു വരച്ചു നോക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് വരച്ചു തുടങ്ങിയത്. പിന്നെ റെക്കോർഡിന് കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ നീ കൊടുത്തു നോക്ക്, കഴിയുമ്പോൾ നിന്റെ കഴിവിനനുസരിച്ച് ചെയ്തോളാൻ പറഞ്ഞു. അതെ അതെ, അങ്ങനെയാണ് അവളെ റെക്കോർഡിന് കൊടുത്തത്. റെക്കോർഡും കിട്ടി. സൂപ്പർ. ഇനി ഇത് അമ്മ, ദിൽഷയുടെ അമ്മയാണ്. അമ്മയുടെ പേര് പറയൂ. എൻ്റെ പേര് സജിത. ചേച്ചി എന്ത് ചെയ്യണു? ഹൗസ് വൈഫ് ആണോ അതെയോ? ഹൗസ് വൈഫ്. ഹൗസ് വൈഫാണ്. അപ്പൊ ചേച്ചി പറയൂ, ദിൽഷയിൽ ഈ ഒരു കഴിവ് കുഞ്ഞുനാളില് ചേച്ചി എപ്പോഴെങ്കിലും കണ്ടുപിടിച്ചിരുന്നോ? ചെറുപ്പത്തിൽ വരയ്ക്കായിരുന്നു, കുറച്ചൊക്കെ വരയ്ക്കും. പിന്നെ അവൾക്ക് ഡാൻസിനായിരുന്നു കൂടുതൽ. പിന്നെ ഡാൻസ് പ്രോഗ്രാമായിട്ട് പോയി. പിന്നെ അത് വിട്ടതിന് ശേഷം ഇപ്പോൾ ഡ്രോയിങ്ങിലേക്ക്. ഫുള്ളി ഡ്രോയിങ്ങിലേക്ക്. ഇത് ദിൽഷയുടെ സിസ്റ്റർ ആണ്. പേര് ദീനാമോൾ. ഓക്കെ, ദിൽന പറയൂ. നിങ്ങക്ക് കേൾക്കുന്നുണ്ടായിരുന്നു ദിൽന എന്ന് പറഞ്ഞൂടെ എന്നോട്? ഇല്ല, ചെവിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ദിൽനാമോൾ പറയൂ, എന്ത് ചെയ്യണു? ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാണ്. അപ്പോ ദിൽനയ്ക്കും ഇതേപോലെ ചേച്ചി വരയ്ക്കുന്ന കണ്ടിട്ടാണോ ഇതിലോട് ഇഷ്ടം? ഞാനും ചെറുപ്പത്തിൽ ഇതേമാതിരി ചേച്ചിന്റെ മാതിരി കുറെ വരയ്ക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇതേപോലെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്തോട്ട് നോക്കിയിട്ടുണ്ടോ? ഇല്ല ഇതുവരെ നോക്കിയിട്ടില്ല, ചേച്ചി നോക്കിയിട്ടുള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് അത് ആവട്ടെ. അപ്പൊ കുടുംബപരമായിട്ട് പലതരം വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ചെയ്ത് ഒരുപാട് റെക്കോർഡ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് വരട്ടെ. ഇനി ഇദ്ദേഹം ഇവരുടെ ദിൽഷയുടെ ചേച്ചിയുടെ മോനാണ്. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി ദിൽഷയുടെ പെർഫോമൻസിലേക്ക് പോകാം. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താണ് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ 2 ഹാൻഡ് ഡ്രോയിങ് ആണ്. 2 ഹാൻഡ് ഡ്രോയിങ്. അതെ, ഒരേ സമയം 2 ചിത്രം. അത് ആക്ടേഴ്സ് തന്നെയാണ്? ആക്ടേഴ്സ് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും. ലാലേട്ടനും മമ്മൂക്കയും. സൂപ്പർ. അപ്പൊ നമുക്ക് കാണാം അല്ലേ? റെഡി?
ലാലേട്ടൻ, ഇവർ രണ്ടുപേരെയാണ് ദിൽഷ വരച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ? ഭയങ്കര അടിപൊളി പിക്ചർ, സൂപ്പർ. നല്ല പ്രൗഢിയോടെ രണ്ടുപേരും നല്ല പ്രൗഢിയോടെ നിൽക്കുന്നു. അതെ അതെ അതെ. സോ ദിൽഷ, അതായത് ഒരു കൈകൊണ്ട് വരയ്ക്കുക, പടം വരയ്ക്കുക എന്ന് പറയുന്നതിന് വളരെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളൊരു കലയാണ്. ഒരു കൈകൊണ്ട് വരയ്ക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. ഈ രണ്ട് കൈകൊണ്ടും വരയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരു ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ഒക്കെ നമുക്ക് ഈ പിക്ചേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്ത്, നമ്മൾ ഒരു സ്ഥലത്ത് ദിൽഷ മുടിയായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ മുടി ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ കൈ മൂവ്മെന്റ്സ് വരും, പക്ഷെ കണ്ണ് വരയ്ക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ച് വേണം. അത് രണ്ടും അറ്റ് എ ടൈമാണ് ദിൽഷ ചെയ്തത്. അപ്പോൾ അതെനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി. അടിപൊളി. എന്തായാലും ഒരു എന്താ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മുടെ ഷോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായല്ലോ അല്ലേ? നേരിട്ട് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ. നമ്മളെ പരിചയപ്പെടാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. നേരിട്ട് കാണാൻ പറ്റില്ല. അതെ അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഫോട്ടോ വരയ്ക്കണേ. എന്തായാലും വരയ്ക്കും. ശരി, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ദിൽഷയ്ക്ക് ഒരു സമ്മാനമുണ്ട്, അത് കൊടുക്കണം. ഓക്കെ. ആൻഡ് വൈഗ ഭഗത്, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂടെയുള്ള ഈ ഒരു ജേർണി വളരെ രസകരമായിരുന്നു ആൻഡ് നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ വരാനിരിക്കുന്ന മൂവീസിനെല്ലാം ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ദിൽഷയുടെ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ, ഇനിയും ഒരുപാട് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ വേറെ കുറച്ച് വെറൈറ്റീസ് ആയിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥി, പുതിയ പെർഫോമറായിട്ട് നമ്മൾ കണ്ടുമുട്ടും. കീപ് വാച്ചിങ് us till then. Take care and bye bye. This is Red Carpet.